അപ്പൊ നമ്മുടെ സ്റ്റൂ റെഡി. നല്ല വാസനയുണ്ട്. തേങ്ങാപ്പാലിന്റെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഏറ്റവും എന്താ പറയാ സാത്വികമായ കൂട്ടാനുകളിൽ പെട്ട ഒരു കൂട്ടാനാണല്ലേ. എന്നെ പോലെ സാത്വികം. സത്യത്തിലുണ്ടല്ലോ, നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് ഇത്തിരി ഒഴിച്ചിട്ട് ഒരു മാങ്ങാക്കറിയോ അല്ലെങ്കിൽ പുളിയഞ്ചിയോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ പുളിയഞ്ചിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്റ്റൂ ഉണ്ടാക്കുകയാണ്, ഉരുളക്കിഴങ്ങ് സ്റ്റൂ. അതെ, കന്നഡ ഭാഷയിൽ ഇഷ്ടു. അപ്പൊ ഉരുളക്കിഴങ്ങ് ഇതാ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അവിടെ ഇത്തിരി നാളികേരം പിഴിയാൻ കൊടുത്തിട്ടുണ്ട്. പിഴിയാൻ തന്നിട്ടില്ല, അരയ്ക്കാൻ തന്നിട്ടുണ്ട്. പിഴിയില് ഞാൻ പിഴിയില്ല. എന്താ പറ്റില്ല, പിഴിയാത്ത ഇഷ്ടമല്ല. നാളികേരം വെച്ചുള്ള ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ. എന്താ ഈ പുതിയ ഉടുപ്പൊക്കെ എവിടെ പോയത്? പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കളിയണം. അതെല്ലാം എടുത്തമ്മേ കണ്ടോ നോക്ക്. ഒരു കാര്യം ചെയ്യാനായിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചെയ്യണം. പറഞ്ഞേട്ടാ, ഇതൊക്കെ ആരവിടെ എടുത്തു വെച്ചെന്നേ? അതെന്താ ചേച്ചി? ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ചേച്ചിയെ തന്നില്ലല്ലോ നിങ്ങള്. എന്റെ ചേട്ടനോട് പറ. എനിക്ക് സ്വന്തമായിട്ട് ചേച്ചി ഉണ്ട്, എന്റെ ചേച്ചി എനിക്ക് ചെയ്തത്. എന്റെ ചേട്ടൻ മതി ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ. ഒന്നാം പാല എനിക്കാണിയാ. ബാലവേലക്ക് കേസ് കൊടുക്കും ഞാൻ. ബാലവേല? ആരെ ബാല? ഞാൻ ദൂരം പണിയാണ്. പിന്നെ എനിക്ക് എന്റെ അടുക്കളയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പണി ഈ നാളികേരം. അപ്പൊ ഈ കല്യാണം കഴിപ്പിക്കാൻ പോണോ എന്ന് പറയണത് ബാലനെയും ബാലിനെ? കല്യാണം കഴിഞ്ഞാലോ? അതല്ലേ. തേങ്ങ വീണല്ലേ അതില്? ഇല്ല, മതി മതി കൊണ്ടുപോളൂ. എന്റെ സാരിമ വീഴ്ത്തരുത്, എനിക്ക് അത്ര ഉള്ളൂ. കൈ കഴുകിട്ട് വരുമോ? ഗുഡ് ഗേൾ ആണ് കേട്ടോ. സുമേച്ചി ഉപ്പും വേണം. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് അതൊന്നിങ്ങനെ സ്പൂണ് വെച്ചത് ഇങ്ങനെ ഉടച്ചതാട്ടോ. കുറച്ച് കഷ്ണങ്ങളും കൂടെ വേണമല്ലോ. നമ്മുടെ സാരി ചോടെ പിന്നെ ഞാൻ കൊല്ലു. ഞാൻ എൻ്റെ സാരിമ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, വളരെ മോശം ഇഞ്ചി കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഒരു വലിയ കട നോക്കി മേടിക്കണതാ. ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും. ഇനി മേലെ പോരുത് അങ്ങോട്ട്. കറിവേപ്പില, ഉപ്പ്. ഇനി നമുക്ക് അടുപ്പ് കത്തി. ഈശ്വര, അമ്മ ഉണ്ടാക്കാന്ന പേര് പണിയെടുക്കാൻ ഞാൻ. തീർച്ചയായിട്ടും പഠിക്കണം പിള്ളേർ. അയ്യോ വേണ്ട, പഠിപ്പിക്കണ്ടേ? വേണ്ട. അപ്പൊ കല്യാണം കഴിഞ്ഞ പണിയെടുക്കാൻ അവിടെ ആളുള്ള വീട്ടിൽ പോക്കോളാം. രാജകുമാരിയെ പോലെ നോക്കണ വീട്ടിൽ പോകും. അണ്ട് ഇവിടത്തെ പോലെ അടിമക്കണ്ണായിട്ട് നിൽക്കണം എന്നെ കൊണ്ടുപോയി. നീ ആരെയാണ് ഇവിടെ അടിമക്കണ്ണെന്ന് ഉദ്ദേശിച്ചത്? അപ്പൊ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലില് ഉരുളക്കിഴങ്ങ് വേവിച്ചത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് അതൊന്ന് വറ്റി കുറുകി വരുമ്പോ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യണം. ഇത്രേ പണിയുള്ളൂ. സിമ്പിൾ. ഇഷ്ടമാണോ? സ്റ്റൂ ആണോ? ശരിക്കും സ്റ്റൂ ആണ്. അതുപോലെ ഉരുളൻകിഴങ്ങാണോ ഉരുളക്കിഴങ്ങാണോ? ഉരുളക്കിഴങ്ങ്. അച്ഛൻ എപ്പോ പറയുമ്പോൾ ഉരുളൻകിഴങ്ങ്? ഉരുളൻ ഷേപ്പിലിരിക്കണോണ്ടായിരിക്കും ഉരുളൻകിഴങ്ങ് എന്ന് പറയണത്. ശരിക്കും ഉരുളക്കിഴങ്ങാണ്. ഉരുള പോലെ ഇരിക്കുന്ന കിഴങ്ങായിരിക്കും. എനിക്കറിയില്ല. പൊട്ടാറ്റോ. പോരാരോ. അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ. നല്ല വാസന വരുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടമാ. എല്ലാം ഇത് നോക്കണേ. തേങ്ങ അരച്ചത് ഞാൻ, പാലെടുത്തത് ഞാൻ, കളക്കണത് ഞാൻ. പിന്നെ ആരുണ്ടാക്കണത്? ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് അതിട്ടെന്ന് പറഞ്ഞാൽ കൂട്ടാനാവില്ല. ഈ തീ കൂട്ടി വെച്ചിട്ട് എളുപ്പത്തിൽ തിളപ്പിച്ച് വറ്റിക്കാന്നുള്ള താങ്കളുടെ ഒരു ചിന്താഗതിയെ ഞാൻ. എന്താണെങ്കിലും കഷ്ണം വെന്തതല്ലേ, പിന്നെന്താ? എടാ, അത് അടിയിൽ പിടിക്കും പാത്രേ. അത് പിടിക്കാണ്ട് ഞാൻ നോക്കിയാ പോരെ. മേത്ത് തെറിക്കണു മൈസാരി അല്ലേ? അപ്പൊ എന്റെ ചുരിദാറിനോ എന്റെ ശരീരത്തിനോട് വില. എടാ, തന്റെ ചുരിദാർ സാധാരണ ചുരിദാറാ. എന്റെ കാഞ്ചീപുരം സാരിയാണ്. ആയിക്കോട്ടെ. കല്യാൺ സിൽസിൽ ഓഫർ ഇട്ട സമയത്ത് ഞാൻ പോയി മേടിച്ച സാരിയാണ്. നമ്മളൊരു വെള്ളയപ്പം അല്ലെങ്കിൽ ഇടിയപ്പം അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിക്കാം. എന്തായാലും നമ്മൾ സദ്യ ഉണ്ടല്ലോ, ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിനെ കാട്ടിക്കളയോ? രാത്രി വെള്ളയപ്പം ഉണ്ടാക്കാം. ശരി, അപ്പൊ കട്ടിയാവണ്ട. അങ്ങനെ സദ്യക്കുള്ള കൂട്ടാനല്ലോ പഠിപ്പിക്കണം. അപ്പൊ കട്ടിയാക്കിക്കോ. പഠിപ്പിക്കണ എന്താ?
എന്നെ പോലെ കുറെ പിള്ളേരുണ്ടോ അറിയാൻ പാടില്ലാത്തത്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഉള്ളി ഒന്നും ചേർക്കാറില്ല, അതായത് വിശേഷ ദിവസങ്ങളിൽ കേട്ടോ. അല്ലാണ്ട് വെള്ളയപ്പത്തിനൊക്കെ വേണമെങ്കിൽ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ അരിഞ്ഞിടാം. ഇതാണ് ചിക്കനും കൂടെ ഇട്ടാണ്ടല്ലോ ഓണത്തിനാ. ചിക്കൻ കുർമ പോലെയാവും. കുർമ ചിക്കൻ സ്റ്റൂ ആവും. ചിക്കൻ സ്റ്റൂ ആണെങ്കിൽ അതില് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇടണം. പിന്നെന്താ എപ്പോഴും ഉണ്ടാക്കി തരണത് തന്നിട്ടില്ലാന്ന് പറയരുത്. ജനിച്ചപ്പോ ഞാൻ കണ്ടു പ്രാവശ്യം അച്ഛനോട് ജനിച്ചപ്പോ പ്രാവശ്യം ഉണ്ടാക്കിയുള്ളൂ. കഴിക്കാതെ അച്ഛനോട് വെച്ചിട്ട് അച്ഛൻ എന്ത് പറയാനാ? അച്ഛന് സാമ്പാർ ഉണ്ടായാലും ചിക്കനായിട്ട് തോന്നുള്ളൂ. അതില്ലേ സദ്യക്ക് വിളമ്പാനാണെങ്കിൽ ഇത് പോരാ, തെറിക്കുണ്ട് അല്ലേ, തന്റെ കയ്യുമല്ലേ വീഴുള്ളൂ. ബോറടിച്ചു. ആ ഏകദേശം. ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മ കളക്കണോ? ഇതിന് മറ്റേ വഴി തെളിയണ പരിപാടി ഉണ്ടോ? തെളിയുണ്ടല്ലോ. പക്ഷെ അപ്പോൾ അത് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ഓഫ് ചെയ്യാം. അയ്യോ ഓഫ് ചെയ്തു. കറിവേപ്പില, കറി ലീവ്സ്. അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ. എന്താ ഇത്? വെളിച്ചെണ്ണ ഇളക്കിക്കോട്ടെ. അപ്പൊ നമ്മുടെ സ്റ്റൂ റെഡി. നല്ല വാസനയുണ്ട്. തേങ്ങാപ്പാലിന്റെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഏറ്റവും എന്താ പറയാ സാത്വികമായ കൂട്ടാനുകളിൽപ്പെട്ട ഒരു കൂട്ടാനാണല്ലേ. എന്നെ പോലെ സാത്വികം. സത്യത്തിലുണ്ടല്ലോ, നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് ഇത്തിരി ഒഴിച്ചിട്ട് ഒരു മാങ്ങാക്കറിയോ അല്ലെങ്കിൽ പുളിയഞ്ചിയോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ ഇതിപ്പറം വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നല്ല ചൂട് ചോറിൽ ഇതിങ്ങനെ കുഴച്ചിട്ടല്ലേ ഇതോ പുളിയഞ്ചിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി അപ്പൊ നമ്മുടെ ഓണം വിഭവങ്ങൾ എല്ലാ ദിവസവും കേൾക്കൂല. ഒത്തിരി പേര് കാണുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദി. എല്ലാവരോടും പ്രത്യേകം അറിയിക്കുകയാണ്. കേൾക്കേണ്ടവര് അവർക്ക് ചെവിയേക്കാം. അപ്പോൾ ഓണം വിഭവങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും കാണുന്നതിന് ഒത്തിരി നന്ദി വീണ്ടും അറിയിക്കുകയാണ്. പാചക കലാകാര്യത്തിൻ്റെ പുതിയ എപ്പിസോഡുമായി നാളെ 2 മണിക്ക് കാണാം.